നിങ്ങൾ ആനറ എന്നൊരു നാടിനെ പറ്റി കേട്ടിട്ടുണ്ട്, ഒരു സ്ഥലത്തെ പറ്റി? ഞാനും കേട്ടിട്ടില്ല. ആനറ എന്ന് പറയുന്നത് മണിക്കടവ്, അതായത് തലശ്ശേരിക്കടുത്ത് മണിക്കടവ് എന്നൊരു പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ ആനറ എന്ന് പറഞ്ഞ സ്ഥലം. മുനിയറ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആനറ ഞാൻ കേട്ടിട്ടില്ല. എനിവേ, മണക്കടവിനടുത്താണ് ആനറ എന്ന് പറയുന്ന ഈ ഈ സ്ഥലം. അവിടെ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് എന്ന് പറയുന്ന ചർച്ചുണ്ട് തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ, അതായത് നമ്മുടെ പാമ്പ്ലാനിയുടെ അതിരൂപതയുടെ കീഴിൽ. ഈ ആനറ പള്ളിയിൽ, സെയിൻറ്റ് ആൻ്റണീസ് പള്ളി എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ പള്ളിയിൽ അവർക്കിപ്പോൾ പള്ളിയില്ല. അപ്പോൾ അവിടെ ഒരു പള്ളി പുതിയതായിട്ട് പണിയുവാനായിട്ടുള്ള യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ആധുനിക നവീനമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഫണ്ട് റേസറിന് അവരുപയോഗിക്കുന്നത്. അതിനു മുമ്പ് പറഞ്ഞോട്ടെ കേട്ടോ, ഈ ഇടവക എന്ന് പറയുന്നത് ഏതാണ്ട് 100 ഇടവക 100 വീടുകളുള്ളതാണ് ഈ ഗുഡ്നസ് ടി വി പറയുന്നത്. പക്ഷേ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അവിടെ 156 കുടുംബങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അവിടെ ഒരു പള്ളി പണിയാനായിട്ട് വളരെ കഠിനമായ യജ്ഞമാണ് നടന്നിരിക്കുന്നത്. ഒരു പുതിയ രീതിയിലുള്ള ധനസംഭരണം. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യുക, കപ്പ കൃഷി. ഒരു ഇടവകക്കാരൻ പാട്ടത്തിന് സംഭാവനയായിട്ട് കൊടുത്ത കുറച്ച് സ്ഥലം, എത്ര സ്ഥലമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെയാണ് അവർ കപ്പ നടുന്നത്. അവർ പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഹരിജനങ്ങളും എല്ലാവരോടും കൂടിയാണ് അവരവിടെ കപ്പ കൃഷി ചെയ്യുന്നത്. ഏതാണ്ട് 2000-ഓളം മൂട് കപ്പ അവർ നടുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അവരുടെ പള്ളിക്ക് പണിയാനായിട്ടുള്ള ഒരു ധനസമാഹരണം ആകും. നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് കേൾക്കാം, അവിടുത്തെ ഇതിനെപ്പറ്റിയുള്ളൊരു ചെറിയ ന്യൂസ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. ആനറ സെന്റ് ആന്റണീസ് ചർച്ച് ദേവാലയ നിർമ്മാണത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ദേവാലയ നിർമ്മാണത്തിലേക്ക് പണം സ്വരൂപിക്കുന്നതിനായി ജാതിമത ഭേദമന്യേ എല്ലാ വിശ്വാസികളും സഹകരിച്ചുകൊണ്ട് കപ്പ കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആനറ ഇടവകയിലെ പുതിയ ദേവാലയ നിർമ്മാണത്തോടനുബന്ധിച്ച് ഞങ്ങൾ ചെയ്ത ഒരു വലിയ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുക. നിങ്ങൾ കാണുന്നുണ്ട്, പണിതുകൊണ്ടിരിക്കുന്ന പുതിയ ദേവാലയത്തിന്റെ പരിസരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആനറ ഇടവകക്കാരുടെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ തരം പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനുവേണ്ടി സാമ്പത്തികമായി ഒരുപാട് പരാധീനതകളിലൂടെ കടന്നു പോകുന്ന ഈ ദേവാലയ അല്ലെങ്കിൽ ഇടവകയുടെ സാമ്പത്തിക സുസ്ഥിതിക്ക് വേണ്ടി ഞങ്ങൾ പല രീതിയിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നു. അതിലൊരു വലിയൊരു കാര്യം ഞങ്ങൾ ഇന്ന് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയൽ തിങ്. ജനങ്ങൾ എല്ലാം ഒത്തുകൂടി, ജാതി മത ഭേദമന്യേ ഒത്തുകൂടി ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കഠിന ശ്രമദാനം നടത്തുന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇവരുടെ പഴയ പള്ളി എവിടെ പോയി എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അത് എനിക്ക് വളരെ അധികം സംശയം ഉണ്ടാക്കുന്നുണ്ട്. കാരണം പല സ്ഥലത്തും ആദ്യം ഉള്ള പള്ളി ഇടിച്ചു പൊളിച്ച് കളയുക, എന്നിട്ട് പള്ളി പണിയുക എന്നുള്ളതാണ് സാധാരണ നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. കാരണം ഉള്ള പള്ളി പൊളിക്കാതെ പള്ളി പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ള കോസ്റ്റ് ഓവർ റൺ, അതായത് ഒത്തിരി കോടിക്കണക്കിന് രൂപ വന്നാൽ ചിലപ്പോൾ ആൾക്കാരുടെ മനസ്സ് മാറി വേണ്ട നമുക്ക് പഴയ പള്ളി തന്നെ മതി എന്ന് പറയുമോ എന്ന് ഭയന്നായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച രാജാക്കുന്നിൽ അവർ ചെയ്ത് കണ്ടു, പള്ളി പൊളിക്കുന്ന ഒരു സീൻ നിങ്ങൾ കണ്ടു അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആദ്യം പള്ളി പൊളിക്കുക. അപ്പോൾ ഞാൻ പലതവണ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടും അവരുടെ പഴയ പള്ളി എനിക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്ത്, ഇവർ 2019 വൈദികന് താമസിക്കാനുള്ള ഒരു റെക്ടറി അവർ പണത്. ഇതാണ് നിങ്ങൾ കാണുന്നുണ്ട്, ഇതാണ് അവരുടെ റെക്ടറി. അപ്പോൾ ഇത് സാമാന്യം നല്ലൊരു ബിൽഡിങ്ങാണ്, അച്ഛന് താമസിക്കാനുള്ള സ്ഥലം. അതിനോടൊപ്പം തന്നെ അവർക്കൊരു സൺഡേ സ്കൂൾ കെട്ടിടമുണ്ട്. അതേ കാണുന്നത് സൺഡേ സ്കൂൾ കെട്ടിടം, അത് സാമാന്യം നല്ല ഒരു കെട്ടിടമാണ്. അപ്പോൾ ദാറ്റ് മീൻസ് അതിന് യോജിച്ച ഒരു പള്ളി അവർക്കുണ്ടായിരുന്നിരിക്കണം. ആ പള്ളിയെ ഇതാണോ ആ പള്ളി, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞ് നോക്കിയിട്ടൊരു പള്ളി പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ആ പള്ളിയുടെ അൾത്താര ഞാൻ നോട്ട് ചെയ്തു. ഇതാണ് ആ പള്ളിയുടെ അൾത്താര. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഈ പള്ളിയുടെ അൾത്താര, ആ പഴയ പള്ളിയുടെ. അതിനകത്ത് നല്ലൊരു ക്രൂശിത രൂപമുണ്ട്. അതിൽ നല്ലൊരു സാമാന്യം മോഡസ്റ്റായിട്ടാണെങ്കിലും സാമാന്യം മെനയായിട്ടുള്ള ഒരു അൾത്താരയുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല സാമാന്യം ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു വൈദിക മന്ദിരം, അതായത് റെക്ടറി, പിന്നെ നല്ലൊരു സൺഡേ സ്കൂള്, അത് നല്ലൊരു അൾത്താര, ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് സാമാന്യം നല്ല ഒരു ദേവാലയം ഉണ്ടായിരുന്നു എന്ന് വേണം എനിക്ക് മനസ്സിലാക്കുവാൻ. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാക്കുവാൻ. പിന്നെ ഒരു കാര്യം, വെറും 150 ഇടവകക്കാരെ ഈ ഇടവകയിലുള്ളൂ.
അത് വളരെ പ്രസക്തമാണ്, നോട്ട് ചെയ്യേണ്ട സംഗതികൾ. വെറും 150 ഇടവകക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നത്. കപ്പ കൃഷി ചെയ്തും ഇനി അതുകൂടാതെ ഇനി അവിടെ ഒരു കേക്ക് ചലഞ്ച് വരുന്നുണ്ട്, കേക്ക് ചലഞ്ച്. അത് അമ്മമാരെ കൊണ്ട് കേക്ക് ഉണ്ടാക്കിച്ചിട്ട് വിറ്റ് കാശുണ്ടാക്കുക. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണോ, ഈ പള്ളി തന്നെ ആവശ്യമുള്ള കാര്യമാണോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. നൗ എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഈ പള്ളി ഇവർക്ക് സാമാന്യം നല്ലൊരു പള്ളി ഉണ്ടായിരുന്നു. തട്ടിച്ചൊതുക്കുമ്പോൾ നല്ലൊരു വൈദിക മന്ദിരം, നല്ലൊരു സ്കൂള്, സൺഡേ സ്കൂൾ കെട്ടിടം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് സാമാന്യം കൊള്ളാവുന്ന, അതായത് 150 കുടുംബത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു പള്ളി അവർക്കുണ്ടായിരുന്നു. ഇത് മലബാറിലാണ്, വലിയ ജനക്കൂട്ടമുള്ള സ്ഥലമൊന്നുമല്ല. നിങ്ങൾക്ക് ഫോട്ടോസ് കാണുമ്പോൾ അറിയാം. അപ്പോൾ ആ പള്ളി ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അവർ ഈ പള്ളി പൊളിച്ചു, അവർ എന്തുകൊണ്ടൊരു പുതിയ പള്ളി പണിയുന്നു എന്നതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്ക് പിടികിട്ടിയോ? അതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല അവിടെ ഇരിക്കുന്ന ആ ക്രൂശിത രൂപം മാറ്റിവെക്കാനായിട്ട്. ഞാൻ ബെറ്റ് ചെയ്യുകയാണ്, ഞാൻ ബെറ്റ് വയ്ക്കുകയാണ്. ആരോട് വേണമെങ്കിലും ഞാൻ ബെറ്റ് വയ്ക്കാം. പുതിയ പള്ളി അവർ പണിത് കഴിയുമ്പോൾ ഈ ക്രൂശിത രൂപം ആ അൾത്താരയിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഉണ്ടായിരിക്കുന്നതല്ല. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഉറപ്പിച്ച് എഴുതി ഒപ്പിട്ട് തരാം. അതാണ് ഇപ്പോൾ ഈ പുതിയ പള്ളി പണിയാനായിട്ട് ഉദ്ദേശം. അല്ലാതെ അവർക്ക് പള്ളിയുടെ ഒരു ആവശ്യം ഉണ്ടായിട്ടല്ല. 150 പേരുള്ള 150 കുടുംബങ്ങൾ മാത്രമുള്ള ഈ ആനറ മണിക്കടവിനടുത്ത ആനറ പള്ളിക്ക് അതിൻ്റെ ഒരു പുതിയ പള്ളിയുടെ ആവശ്യമില്ല. അതിൻ്റെ ഉദ്ദേശം ഈ ദുരുദ്ദേശം മാത്രമേ ഉള്ളൂ, ഈ ക്രൂശിത രൂപം അവിടെ നിന്ന് എടുത്തു മാറ്റുക. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ക്രൂശിത രൂപം അവിടെ നിന്ന് എടുത്തു മാറ്റുവാൻ എന്ത് എക്സ്ക്യൂസ് കൊണ്ട് വന്നാലും അവിടെ നിന്ന് എടുത്തു മാറ്റുവാൻ ഇടവകക്കാർ സമ്മതിക്കത്തില്ല. ഒരു ക്രൂശിത രൂപം അത് ചങ്ങനാശ്ശേരിയിലെ പ്രധാന പള്ളിയിൽ പോലും അവിടെ ഇരിക്കുന്ന ക്രൂശിത രൂപം ഇറക്കിക്കാനായിട്ട് അവിടുത്തെ ജനങ്ങൾ സമ്മതിച്ചിട്ടില്ല. അതിന് പകരമാണ് അവർ പള്ളി തല്ലിപ്പൊളിച്ചിട്ട് പുതിയത് പണിയുന്നത്. ഇത് പലയിടത്തും നടക്കുന്ന ഒരു സംഗതിയാണ്. കേരളത്തിലെ പല ഇടവകകളിലും നടക്കുന്ന ഒരു സംഗതിയാണ്. അവർക്ക് ക്രൂശിത രൂപം മാറ്റിവെക്കാൻ പറ്റുകയില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ പള്ളിയെ കണ്ടം ചെയ്ത് പുതിയ പള്ളി പണിയാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ആനറയിലെ ഇടവകക്കാരായ പാവപ്പെട്ട കർഷകരെ അവർ പണിയിടിപ്പിച്ച് വെയിലത്ത് തൂമ്പ കളച്ച് കപ്പ നട്ട് നക്കാപ്പിച്ച ഉണ്ടാക്കി അമ്മമാരെ കൊണ്ട് കേക്ക് ഉണ്ടാക്കി വിറ്റ് അങ്ങനെ നക്കാപ്പിച്ച കളക്ട് ചെയ്തുകൊണ്ട് അവർ ആ പള്ളി ഒരു പുതിയ പള്ളി പണിയുന്നതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ്. ഈ പള്ളിക്കൃഷി നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ നശിപ്പിക്കുമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അതിനോടൊപ്പം തന്നെ അത് നമ്മുടെ സഭയെയും നശിപ്പിക്കും. താങ്ക് യു വെരി മച്ച്.